ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത് മാർക്കറ്റ് ന്യൂസ് അടക്കാം. ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതാണ്. മാർക്കറ്റ് പൊതുവെ ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ആയത്. നിഫ്റ്റി 25,001 ക്ലോസ് ചെയ്തപ്പോൾ 148 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് 173 പോയിൻറ്റ്സ് ഉയർന്ന് 55,572 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ് 57,067 ക്ലോസ് ചെയ്തപ്പോൾ 379 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് 17,770 ക്ലോസ് ചെയ്തപ്പോൾ 64 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 18.02 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 82,176 ക്ലോസ് ചെയ്തപ്പോൾ 455 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഇന്നുണ്ടായത്. DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIA 1,745 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII 135 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. രണ്ടുപേരും നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഇന്ന് മാർക്കറ്റിലുണ്ടായിരുന്നത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഓട്ടോ ഇന്ന് 2.39% റാലി നടത്തി. JSW സ്റ്റീൽ 2.13%, M&M 2.07%, ട്രെൻഡ് 1.72%, ഹിൻഡാൽകോ 1.68%, HCL ടെക് 1.55%, നെസ്ലെ ഇന്ത്യ 1.52%, ടാറ്റ മോട്ടോഴ്സ് 1.52%, ITC 1.51% ആൻഡ് ടെക്കം 1.37% റാലിയാണ് നടത്തിയത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റേണൽ ഇന്ന് 4.59% വലിയ റിഡ്യൂ കണ്ടു. അൾട്രാസിംകോ 0.60%, കോട്ടക് ബാങ്ക് 0.51%, പവർ ഗ്രിഡ് 0.47%, NTPC 0.38%, ടാറ്റ സ്റ്റീൽ 3.37%, ഗ്രാസിം 0.28%, സൺഫാർമ 0.27%, മാരുതി 0.21% ആൻഡ് സിപ്ല 0.11% കുറവാണെന്ന് കാണാൻ സാധിച്ചത്. ഇതൊരു ബയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിന് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ നിഫ്റ്റി 22,530 അവിടെ നിന്ന് 25,001 നിൽക്കുമ്പോൾ 10.96% പ്രോഫിറ്റാണ് ലാസ്റ്റ് 1 ഇയർ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരിയിൽ 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,001 ക്ലോസ് ചെയ്തപ്പോൾ 5.30% പ്രോഫിറ്റാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,604 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1000 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെക്ടേഴ്സും ഒന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 247 പോയിൻറ്റ്സ് ഉയർന്ന് 23,763 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 35,882 ക്ലോസ് ചെയ്തപ്പോൾ 245 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിൻസ് സർവീസ് 26,591 ക്ലോസ് ചെയ്തപ്പോൾ 106 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 57,049 ക്ലോസ് ചെയ്തപ്പോൾ 547 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 14,012 ക്ലോസ് ചെയ്യുമ്പോൾ 31 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 9,045 ക്ലോസ് ചെയ്തപ്പോൾ 37 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 37,785 ക്ലോസ് ചെയ്തപ്പോൾ 382 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ എന്ന് 1691 ക്ലോസ് ചെയ്തത് 8 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 86 പോയിൻറ്റ്സ് ഉയർന്ന് 9336 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,527 ക്ലോസ് ചെയ്തപ്പോൾ 60 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 21,501 ക്ലോസ് ചെയ്തപ്പോൾ 67 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 6714 ക്ലോസ് ചെയ്തപ്പോൾ 11 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 7 പോയിൻറ്റ്സ് ഉയർന്ന് 944 പോയിൻറ്റ്സിൻ്റെ ലാണെന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ CB കൺസ്യൂമർ ഡേറ്റ കോൺഫറൻസ് ഡേറ്റ US എന്ന് വരുന്നുണ്ട്. 27 മെയ്ക്ക് നാളെ വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.